ചിക്കൻ എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് നമുക്കൊരു പാത്രം വെക്കാം. അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനകത്ത് ഏകദേശം ഒരു 1/2 കിലോ ചിക്കൻ ഉണ്ടാവും. അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പ് ഇട്ടിട്ട് വെച്ചതാണ്. അതൊന്ന് നമുക്ക് ആദ്യം ഇതിനകത്ത് നിന്ന് വെള്ളം ഇറങ്ങി വരും. അതെല്ലാം വെള്ളം വറ്റി ഒന്ന് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം ഇത് വെന്തതിന് ശേഷം നമുക്കിത് കൈയോട്ട് നല്ല ഇതായിട്ട് പൊട്ടിച്ച് ചെറിയതാക്കി എടുക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഇതിനകത്ത് നിന്ന് വെള്ളമെല്ലാം വന്ന് നല്ലതുപോലെ വേവുന്നത് വരെ, ചിക്കൻ വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് അടച്ച് വെച്ച് വേവുമ്പോഴേക്കും നമുക്ക് ഫ്രൈഡ് റൈസിന് വേണ്ടുന്ന അരി വേവിച്ചെടുക്കാം. ഞാനിത് 3 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ജീരകശാല റൈസാണ്. അപ്പോൾ നിങ്ങൾ ബാസുമതി റൈസ് ഏതാണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിത് വെള്ളം നല്ലോണം ഒന്ന് തിളച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി വേവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അരി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. നമുക്ക് ഇതിനകത്തോട്ട് ഒരു ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കനും എല്ലാം ഉപ്പിട്ടിന്, അപ്പം അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ തിളച്ചിട്ട് അരി നല്ല വൃത്തി വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. അരി വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിക്കൻ നല്ലതുപോലെ വെള്ളമെല്ലാം വറ്റിയിട്ട് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ഇങ്ങനെ ഒലന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്തതായിട്ട് എന്താ വെച്ചാൽ നമ്മൾ മുട്ട ഉണ്ടാക്കിയെടുക്കണം. സ്ക്രാമ്പിൾഡ് എഗ്ഗ് ആക്കി എടുക്കണം. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇത് പാത്രം മാറ്റി വെക്കാം, ഒരു പാൻ വെക്കാം. അപ്പോൾ ഇതിനകത്തോട്ട് ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇതിനകത്തോട്ട് നമുക്ക് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഞാൻ 3 മുട്ടയാണ് എടുക്കുന്നത്. നല്ലതുപോലെ സ്ക്രാമ്പിൾഡ് എഗ്ഗ് ആക്കി എടുക്കും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ചോറിൽ ഉപ്പിട്ടിട്ടുണ്ട്, ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്, നമ്മൾ സോസെല്ലാം ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി, ഒരുപാട് ഇടരുത്. നമ്മളെ മുട്ടയും റെഡി ആയിട്ടുണ്ട്. മുട്ടയും റെഡിയായി, ചിക്കനും റെഡിയായി, നമ്മൾ ചോറും റെഡി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് പച്ചക്കറിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാബേജ്, ക്യാപ്സിക്കം, അതുപോലെ നമ്മൾ സവാള, ഉള്ളി ഇത്തിരി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഇട്ടിട്ട് നമുക്ക് നമ്മളെ
ചിക്കൻ എഗ്ഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാം. ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാകാൻ വെയിറ്റ് ചെയ്യാം. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് അധികം തന്നെ എണ്ണ വേണം, എന്നാലേ അതിനൊരു ഇത് ഇട്ടുള്ളൂ. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഒന്നൊന്ന് ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് വാടി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയും നമ്മൾ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ചെറിയ ഉള്ളി എടുത്തിന്, മീഡിയം സൈസ് 2 ഉള്ളി എടുത്തിന്. അതും ഇതുപോലെ ഒന്ന് വഴണ്ട് വരട്ടെ. ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ മതി, ഒരുപാട് ഇതാവുന്നു വേണ്ട. ചെറിയൊരു ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ക്യാബേജ്, അതുപോലെ ക്യാപ്സിക്കം, ചെറിയ ക്യാരറ്റ്, ഇത്രയും സാധനങ്ങൾ കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇത് സോട്ടാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് ഒന്ന് സിമ്മിൽ വെച്ചാൽ മതി. 10 മിനിറ്റ് സിമ്മിൽ വെച്ചൊന്ന് ഇങ്ങനെ ഇളക്കി കൊണ്ടുവന്നാൽ ഒന്നൊന്ന് സോട്ടായി വരും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ പച്ചക്കറി നല്ല വൃത്തി സോട്ടായിട്ടുണ്ട്. നമുക്ക് അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ മുട്ട സ്ക്രാമ്പിൾഡ് എഗ് ഇല്ലേ, അതും നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇതിനകത്തോട്ട് സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഗ്രീൻ ചില്ലീൻ്റെ സോസ് 1 സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഇതിനകത്തോട്ട് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ ടേബിൾ സ്പൂൺ തന്നെ ഒഴിച്ച് കൊടുക്കണം. ഞാൻ ഏകദേശം അരിയും ഇതെല്ലാം ക്വാണ്ടിറ്റി ഉള്ളത് കൂടുതലുള്ളതുകൊണ്ട് ഒരു വലിയ ടേബിൾ സ്പൂൺ അടുത്ത് തന്നെ ഒഴിച്ച് കൊടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക ഉപ്പ് അങ്ങനെയുണ്ട്. ഉപ്പ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. ചോറിൽ ഉപ്പിട്ടിനെ അത് ഓർമ്മ വേണം. പക്ഷെ എന്നാലും നമ്മൾ ഒരു മസാലക്ക് ഉപ്പില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിനകത്തോട്ട് അതുപോലെ തന്നെ അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് സെഷ്വാൻ സോസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ സെഷ്വാൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഏകദേശം ഒരു മൂന്ന് സ്പൂണോളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് പിന്നെ ആദ്യം ഒഴിച്ച് കൊടുക്കാം. അത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ചോറിട്ട് കൊടുക്കാം. പാത്രം ചെറുതായി പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട്, എന്നാലും നോക്കാം നമുക്ക്. ഇതിനകത്തോട്ട് നമുക്ക് സ്പ്രിംഗ് ഓനിയനും ഇടയ്ക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെക്കണം ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട്. അപ്പം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ ചോറും ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. പാത്രം ചെറുതായി പോയതുകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ പുറത്തോട്ട് പോകാതെ ശ്രദ്ധിക്കണം. ഇതിനകത്തോട്ട് കുറച്ചും കൂടെ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സോസിൻ്റെ ടേസ്റ്റ് കുറവാണ്. അതുപോലെ തന്നെ സെഷ്വാൻ ചട്നിയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ ചില്ലി സോസ്, മിക്സ് ചെയ്യാനാണ്. എല്ലാ സ്ഥലത്തും ഒരുപോലെ മിക്സ് ആവണം. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു സ്പൂണ്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം.
എല്ലാ സൈഡും നല്ലതുപോലെ മിക്സായി വരണം. അതിനകത്തോട്ട് നമുക്ക് അതുപോലെ ബാക്കിയിലെ സ്പ്രിംഗ് ഓനിയനും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കൊരു ഒരു 5 മിനിറ്റ് നമുക്ക് എല്ലാ മസാലകളെല്ലാം ഒന്ന് ചോറിലും ചിക്കനിലും എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് വേവിക്കാം. അടച്ച് വെച്ചിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. മസാലയെല്ലാം പിടിക്കാൻ വേണ്ടി ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. നമ്മൾ സെഷ്വാൻ എഗ്ഗ് ചിക്കൻ റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിലൊരു മുട്ടേനെ കൊണ്ടൊരു ബുൾസയും കൂടെ ഉണ്ടാക്കി വെക്കാം. നമുക്ക് ബുൾസൈ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് എണ്ണ ഓൾറെഡി ഉണ്ട് പാത്രത്തിൽ. എണ്ണ വെച്ചിട്ട് അതിനകത്തോട്ട് ഒരു മുട്ട പൊട്ടിച്ച് കൊടുക്കുക. അതിനകത്തോട്ട് കുറച്ച് ഉപ്പ്, അതുപോലെ കുറച്ച് കുരുമുളക്, ഇത് നമുക്ക് നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ മുകളിലേക്ക് വെക്കാം. അപ്പോൾ നമ്മൾ സെഷ്വാൻ ചിക്കൻ എഗ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.